മക്കൾ, രക്തബന്ധം, സ്നേഹബന്ധം, മറ്റെല്ലാ സമ്പത്തിനേക്കാളും ഇത്തരം ചില സംഗതികൾ അനുഗ്രഹമാണ്, പരീക്ഷണവുമാണ്. പരീക്ഷണങ്ങളുടെ കഥകളും വാർത്തകളുമൊക്കെ നമ്മൾ കാണുമ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രം കാലം കരുതി വെച്ചതാണ് എന്ന് നാം വിശ്വസിച്ചു പോകരുത്. ചില ഓപ്ഷൻസൊക്കെ നമ്മുടെ മുന്നിൽ നമുക്ക് കൂടി അറിയാനും പഠിക്കാനും ഒക്കെ വേണ്ടി കരുതി വെക്കുന്നത് കൂടിയാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വായിച്ച് കേൾപ്പിച്ചതാണ്, സമയമില്ലാത്തതുകൊണ്ട്. വേറൊന്നുമല്ല, മരിച്ച അച്ഛനെ മതി, ജീവിച്ചിരിക്കുന്ന അച്ഛനെ വേണ്ട എന്ന്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം തമീസ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു പാരാലീഗൽ വോളണ്ടിയർ, സഹോദരിയെ ജീവിച്ചിരുന്നപ്പോൾ ഒരു നോക്ക് കാണാനെത്താത്ത സഹോദരനും മക്കളുമെല്ലാം അവസാനം ചിതാഭസ്മത്തിന് വേണ്ടി വന്ന കഥ പറഞ്ഞത്. അപ്പോഴാണ് മറ്റൊരു കുഞ്ഞ് ഇന്നത്തെ പഴഞ്ചൻ വിദ്യാഭ്യാസ കാലത്തിൽ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായത്. ഇത് മൂന്നും മക്കളുള്ളവരും ഇനി മക്കളെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും മനുഷ്യരായിട്ടുള്ളവരും അറിയേണ്ടതും കേൾക്കേണ്ടതും ആവശ്യമാണ്. എല്ലാ വർഗീയതയും വിദ്വേഷവും അതെല്ലാം രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മളായി മാത്രം മാറുന്നൊരു തുരുത്തുണ്ട്. നമ്മൾ ഹിന്ദുവോ മുസ്ലിമോ കമ്മിയോ കൊങ്ങിയോ സംഘിയോ ആരായിരുന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധം നമ്മൾ വെറും ഒരു മനുഷ്യനായി മാറുന്ന, ചിലപ്പോൾ വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു പോകുന്നൊക്കെ ഒരു നിമിഷം ഉണ്ടാവാറുണ്ട്. അത് ഓർത്തിരിക്കണം, അത് പറയണം. അതും അറിയുന്നതൊരു നിലപാടാണ്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. മാതൃഭൂമിയിലെ വാർത്ത ഇങ്ങനെയാണ്: മരിച്ച അച്ഛനെയാണ് വേണ്ടത്, ജീവിച്ചിരിക്കുന്ന അച്ഛനെ വേണ്ട. എൻ്റെ നാടിനടുത്തുള്ള ചവറയിലാണത്രേ സംഭവം. സ്വന്തം അച്ഛൻ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. പെട്ടെന്ന് തന്നെ മക്കളെല്ലാവരെയും അറിയിച്ച് ഇവിടുന്ന് ആംബുലൻസുമൊക്കെയായി അച്ഛനെ സ്വീകരിക്കാൻ പോയി. വീട്ടിൽ പന്തലൊരുങ്ങി, ബന്ധുക്കളെല്ലാം മരിച്ചതറിഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് മരിച്ചുപോയ വാസുദേവൻ്റെയോ തങ്കപ്പൻ്റെയോ ആ മഹത്വങ്ങൾ, അപദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയായാലും അവനിങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ പറയുമായിരുന്നിരിക്കും. ഏതായാലും ആംബുലൻസും കൊണ്ട് അവിടെ എത്തിയപ്പോഴാണ് കഥയറിയുന്നത്. പേര് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. മരിച്ചത് വേറൊരാളാണ്, ഇവരുടെ അച്ഛനല്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആംബുലൻസുമായി പോയ മക്കൾ തയ്യാറല്ല. അവർക്ക് ജീവിച്ചിരിക്കുന്ന അച്ഛനെ വേണ്ട, മരിച്ച അച്ഛനെ മതി. നമ്മളിൽ പലർക്കും ഇന്ന് ചുറ്റുപാടുകളിൽ ഈ അഗതമന്ദിരങ്ങളിലും അനാഥമന്ദിരങ്ങളിലും ഒക്കെ കഴിയുന്ന പലർക്കും ഈ പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന അച്ഛനെ വേണ്ട, ജീവിച്ചിരിക്കുന്ന അമ്മയെയും വേണ്ട, മരിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം. എന്തിനാ? എല്ലാ ബലിയിടലിനും ഓർക്കാൻ, എല്ലാ മാതൃദിനത്തിലും ഫോട്ടോ ഇടാൻ, എല്ലാ പിതൃദിനത്തിലും റീൽസ് എടുക്കാൻ, അഗതി മന്ദിരങ്ങളിൽ പോയി അവരുടെ പേരിൽ 500 രൂപ നൽകി 50 ഫോട്ടോ എടുക്കാൻ. ഏതായാലും അവസാനം പന്തലും പൊളിച്ചവർ മടങ്ങിയെന്നും ഈ വൃദ്ധനെ വേറൊരു അനാഥ മന്ദിരത്തിലേക്ക് മാറ്റിയെന്നുമാണ് സത്യസന്ധമായ വാർത്ത. ഈ വാർത്ത പറഞ്ഞപ്പോഴാണ് തമീസ എന്ന് പറഞ്ഞ ഒരു പാരാലീഗൽ വോളണ്ടിയർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവം ഓർത്തത്. അത് മറ്റൊന്നുമല്ല, ഒരു സഹോദരി അവരുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത സഹോദരങ്ങൾ അവരെല്ലാവരും ഈ സഹോദരിക്ക് വല്ലാണ്ട് അസുഖം വന്ന് കിടക്കുമ്പോൾ കെഞ്ചി 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 ഈ ആങ്ങളയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് ആ അമ്മയോട് ഈ ചിതാഭസ്മം എടുത്തു കൊടുക്കണോ എന്ന് തമീസ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞ് ചിതാഭസ്മം കൊടുക്കാത്തതിന് കേസിന് പോയ സഹോദരൻ്റെ കഥയാണ് അവർ പറയുന്നത്. തമീസ ഒരു സംഭവമാണ്. തമീസ നമ്മളെപ്പോലെയുള്ളവർക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ്. അവരുമായി ഞാൻ നടത്തിയ പൂർണ്ണമായ അഭിമുഖം പിന്നീടിടാം. ഇത് കേട്ടോളൂ. സങ്കടം പോലെ അവശേഷിക്കുന്നത് ഒരു റേഡിയോ നിലയത്തിൽ വർക്ക് ചെയ്ത ഒരു അമ്മയുടെ ജാർഖണ്ഡിൽ വിവാഹം ചെയ്ത് കൊണ്ടുപോയൊരു അമ്മയാണ്. നമ്മളെ കടയ്ക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അമ്മയും മകളും. പുനിത എന്നാണ് മകളുടെ പേര്. അമ്മയുടെ പേര് വിട്ടുപോയി, ഓർക്കുന്നില്ല ഞാൻ. അമ്മയുമാണ്. അതാണ് എനിക്ക് മനസ്സിനകത്തൊരു വേദനയായി പോയത് സർ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആങ്ങളെ പോയി പല പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയി ഞാൻ അവരെ കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങളൊന്ന് വരണം, നിങ്ങളെ കാണണമെന്നും അമ്മ പറയുകയാണ്. പെങ്ങളാണ്.
പക്ഷേ ഈ അമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ആങ്ങളെയും കൂടിയാണ്. ഈ വസ്തു തട്ടിയെടുക്കാനും ഒക്കെ കൂട്ടുനിന്ന ആളാണ് മകൻ്റെ കൂടെ, സ്വന്തം മകൻ്റെ കൂടെ. എന്നിട്ട് പോലും ഈ ആങ്ങളെ തന്നെ കാണണമെന്നാണ് അവർ അവസാനം ചോദിച്ചത് സാറേ. മെഡിക്കൽ കോളേജിൽ യൂറിൻ പോകാതെ കൂടുതലായി എന്നെ അവർ സ്ഥാപനക്കാർ കട്ടേലയിലെ സ്ഥാപനത്തിലുള്ളവർ എന്നെ വിളിച്ചു. ഞാൻ പോയി അമ്മയെ കൊണ്ട് രാത്രി മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പം ഈ ഡോക്ടറോട് പേര് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞു അല്ല മേഡം അത് ആങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്തായാലും ആൾ കണ്ടീഷൻ മോശമാണ്, കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു മേഡം ഞാൻ കോടതി വഴി 2-3 പ്രാവശ്യം അവരെ വീട്ടിൽ പോയി വരെ വിളിച്ചു, അവരുടെ മകളുടെ വീട്ടിൽ പോയി പറഞ്ഞു, വരില്ല എന്ന് പറഞ്ഞു സാറേ മേഡം. അപ്പോൾ ഇപ്പോൾ അവർക്ക് ആങ്ങളെ കാണണമെന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു മേഡം ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. നമുക്കിനി ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നിങ്ങൾ തിരിച്ച് കൊണ്ടുപോകാമെന്നൊരു ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ ഇട്ട് വിട്ടു സാർ. അവിടെ കൊണ്ടുപോയി വെളുപ്പിന് സ്ഥാപനത്തിൽ പോകുമ്പോഴേക്കും ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബേട്ടി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തലയെടുത്ത് വെച്ചിട്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്യാൻസർ ആണോ അവസാനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. കാരണം അവർക്ക് യൂറിൻ പോകില്ല എന്ന് മാത്രമേ ഉള്ള ഒരാഴ്ച കൊണ്ടുള്ള ഒരു സംഭവമാണ്. അതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിക്കും, ഫുഡ് കഴിക്കും. ഫുഡെന്ന് പറയുമ്പോൾ അവർ ഈ കട്ടി കുറഞ്ഞ അവരവിടുത്തെ മരണപ്പെട്ട ശേഷം സാറേ അവരുടെ ബന്ധുക്കളെ നമ്മൾ അറിയിച്ചില്ല. എന്നാലും സ്ഥാപനക്കാരെ അറിയിച്ചു. അവർ വന്നിട്ട് ഞാനും ഈ ചേച്ചിയും ഞങ്ങളുടെ ഹെഡ് അഡ്വക്കേറ്റും കൂടെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ശ്മശാനത്തിൽ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവരുടെ സഹോദരി ആങ്ങളയുടെ മകൾ വരുന്നു, അവർക്ക് ചിതാഭസ്മം വേണമെന്ന്. അതിന് മുന്നേ ചിതാഭസ്മം വേണ്ട എന്ന് ഞാൻ എഴുതി കൊടുത്തു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഇപ്പം എൻ്റെ ചേച്ചി അമ്മയെ കാണാൻ വരാത്ത ആളുകളുടെ ചിതാഭസ്മം നമുക്ക് എടുക്കണമെങ്കിൽ ആ കർമ്മം ചെയ്യാനും ഞാൻ വില്ലിങ്ങാണ് സാർ. കാരണം നമ്മളെ പോലെ ഒരു അമ്മയല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കെങ്കിലും ചെയ്തേനെ. അപ്പോൾ ചേച്ചി പറയുന്നു വേണ്ട, വാങ്ങണ്ട മേഡം, അത് വേണ്ട എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ എഴുതി ചേച്ചി എനിക്ക് എഴുതി തന്നു, ഞാൻ അവിടെ എഴുതി കൊടുത്തു ചിതാഭസ്മം വേണ്ടെന്ന്. പിന്നെ അവർ ഭയങ്കര പ്രശ്നമാക്കി, എൻ്റെ പേരിൽ പരാതിയൊക്കെ കൊടുത്തു. ചിതാഭസ്മം വേണ്ട, ഞാനൊരു മുസ്ലിം അല്ലേ, ഇവർക്ക് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ചിതാഭസ്മം വേണ്ടെന്ന്. അതെ സാർ, ഞങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. ആങ്ങളയുടെ പേര് വല്ലതും അറിയോ? ആങ്ങളയുടെ പേര് എനിക്ക് മറന്നുപോയി. സ്ഥലം കടക്കാവൂരാണ്. കടക്കാവൂർ അഞ്ചുതെങ്ങ് പ്രോപ്പർ അഞ്ചുതെങ്ങാണ്. എന്തായിരുന്നു പുള്ളിക്ക് ജോലി? ഞാനിത് ചോദിച്ചത് അവിടെ ഉള്ളവരോടെങ്കിലും അറിയട്ടെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് ആങ്ങളയ്ക്ക് ജോലിയൊന്നുമില്ല. ഒരു അന്ന് ഏജ് ഉണ്ട്. ഈ അമ്മയുടെ സഹോദരനാണ്. ഈ അമ്മയ്ക്ക് അന്ന് 85 വയസ്സുണ്ട് സാർ. കേട്ടല്ലോ, ഇതാണ് മറ്റൊരു സംഭവം. ഇതിനിടയിലാണ് മറ്റൊരു വീഡിയോ കാണാനിടയായത്. അതൊരു പഴഞ്ചൻ വിദ്യാഭ്യാസം നേടിയ ഒരു മകൻ്റെ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ച് വേണമെങ്കിൽ പറയാം. ദേ ആ വീഡിയോ ഇതാണ്. ക്യാമ്പിൽ പ്രസംഗം ഇന്ന് ഞാൻ മഗ്‌രിബിന് പ്രധാന പ്രസംഗമൊക്കെ നടത്തി. ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. നമുക്ക് ഇപ്പൊക്കെ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചത്. നമുക്ക് ഇപ്പൊക്കെ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചു. കരയല്ലേ? ഞാന് സ്കെച്ച് ചെയ്ത് രാവിലെ നേരത്തെ എണീച്ച് തഹജ്ജുദ് സ്കെച്ച് തഹജ്ജുദിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി കുറെ ദുആ ചെയ്തു. കുറെ ദുആ ചെയ്തു. സ്കെച്ച് ഞങ്ങളെ കൊട്ടാരം ഉണ്ടായി വരും. വഹാക്കായിട്ട് തന്നെ കുറെ ഒരു വാതിൽ തന്നെ ഉണ്ട് സ്വർഗത്തിലെന്ന് പറഞ്ഞു. പതിവായി നിസ്കരിക്കുന്നവർക്ക് ഇതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ചും വിശ്വാസപരമായ വ്യതിയാനത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പലരും പലതും പറഞ്ഞെന്ന് വന്നേക്കാം.
പക്ഷേ സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർ ആരോഗ്യത്തോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നാളെ പരലോകത്തിൽ സ്വർഗം നൽകണേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ആ പഠനവും ആ നിർദ്ദേശവും ആ ജീവിതത്തിൻ്റെ മാർഗവും സ്വീകരിച്ചിരിക്കുന്ന മക്കൾ, സ്വന്തമായ മാതാപിതാക്കൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. അത്തരം വിശ്വാസങ്ങളിൽ ചേർത്ത് വെച്ച സാഹോദര്യ ബന്ധം വെറുതെ ചേർത്ത് വെച്ചത് എന്ന് പറഞ്ഞാൽ പോരാ, ഹൃദയസ്പർശിയായി ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതിയ നിലയിൽ ചേർത്ത് വെച്ച ബന്ധം, അതും മഹാഭാഗ്യം തന്നെയാണ്. മറക്കാതിരിക്കാം. ഇതെല്ലാം കേവലം കഥകളും ശബ്ദങ്ങളും വാചകങ്ങളും മാത്രമല്ല, അനുഭവസാക്ഷ്യങ്ങളാണ്. അനുഭവസാക്ഷ്യം.